Hello, my dear students. Welcome back to Isaac's Physics Classroom. Today's concept is AC voltage applied to a pure inductor and a pure capacitor. Chapter number 7-ലെ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റൻസ് ആണ്. അവിടെ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത് അതേ കാര്യങ്ങളാണ് ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുന്നു, അതിനുശേഷം പവർ ഇൻസ്റ്റന്റേനിയസ് പവർ ആൻഡ് ആവറേജ് പവർ, ദെൻ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഫേസർ ഡയഗ്രാം. ഇത്രയും കാര്യങ്ങളാണ് റെസിസ്റ്റൻസ് നമ്മൾ ചെയ്തത്. AC വോൾട്ടേജ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇതേ ഒരു പ്രൊസീഡിങ്സ് ആണ് ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു പ്യുവർ ഇൻഡക്ടർ എടുക്കുന്നു, പ്യുവർ ഇൻഡക്ടറിനെ ക്രോസ് AC വോൾട്ടേജ് കൊടുക്കുന്നു, ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കാണുന്നു. നെക്സ്റ്റ് ടോപ്പിക് കപ്പാസിറ്റർ എടുക്കുന്നു, AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, ഈ മുഴുവൻ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ പ്യുവർ ഇൻഡക്ടർ ആൻഡ് AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ പ്യുവർ കപ്പാസിറ്റർ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. AC വോൾട്ടേജ് അപ്ലൈഡ് ടു എൻ ഇൻഡക്ടർ. അപ്പോൾ ഇൻഡക്ടറിനെ ക്രോസ് AC വോൾട്ടേജ് കൊടുത്തിരിക്കുകയാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം AC സോഴ്സ് ആണ്, ശ്രദ്ധിക്കണം. സോ ദ ഫിഗർ ഷോസ് an ഇൻഡക്ടർ കണക്റ്റഡ് ടു an alternating voltage of source EMF. അപ്പോൾ ഒരു EMF അപ്ലൈ ചെയ്തിട്ട് അത് AC ആണ്, അപ്പോൾ DC ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പാടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞാണ്, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ മുഴുവൻ നമ്മൾ DC വരച്ച ശേഷം 7th ചാപ്റ്ററിൽ എത്തുമ്പോൾ വീണ്ടും DC വരയ്ക്കരുത്. ഇത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. സോ ആ സോഴ്സ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇറ്റ്സ് AC. The voltage across the inductor V equal to Vm sin omega t, that is equation number 1. ഈ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, V equal to Vm sin omega t എന്നും എഴുതാം, V equal to V0 sin omega t എന്നും എഴുതാറുണ്ട്. അതുപോലെ തന്നെ EMF equal to EMF m sin omega t or EMF equal to EMF 0 sin omega t. അപ്പോൾ ഈ 4 ടൈപ്സും ഇക്വേഷൻസ് എഴുതും. ഏത് എഴുതിയാലും സെയിം ആണ്. നമ്മൾ NCERT നൊട്ടേഷൻസ് വരുന്നത് V equal to Vm sin omega t ആണ്. അപ്പോൾ എക്സാംസിന് ഇനി V equal to V0 എന്ന് പറഞ്ഞാലും EMF equal to EMF m എന്ന് പറഞ്ഞാലും EMF equal to EMF 0 എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ ഇക്വേഷൻ ആണ്. കൊടുക്കുന്നത് AC വോൾട്ടേജ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഇറ്റ്സ് എൻ AC വോൾട്ടേജ് where Vm is the amplitude of the AC voltage and omega is the angular frequency. ഈ ഇക്വേഷൻ നമുക്കറിയാം x is equal to a sin x എന്ന് വെച്ച് കഴിഞ്ഞാൽ a ആണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ Vm ആണ് a ന്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ Vm എന്ന് പറയുന്ന ടേം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ആണ്. സോ ദാറ്റ് ഇസ് NBA ഒമേഗ. അത് നമ്മൾ ഓൾറെഡി 6th ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. Vm എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ ഈസ് നോൺ ആസ് ആംഗുലർ ഫ്രീക്വൻസി. യൂസിങ് ക്രിച്ചോഫ്സ് ലൂപ്പ് റൂൾ. ഇവിടെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു സോഴ്സ് ഉണ്ട്, ഒരൊറ്റ ഇലക്ട്രിക്കൽ കോമ്പണന്റേ ഉള്ളൂ. അപ്പോൾ കൊടുക്കുന്ന EMF മുഴുവൻ നമുക്ക് ഏതിന് അക്രോസ് ആ ഡ്രോപ്പ് വരുന്നത്, ഇൻഡക്ടറിന് അക്രോസ് ആണ് ഡ്രോപ്പ് വരുന്നത്. സോ ദ ഇക്വേഷൻ ബിക്കം Vm sin omega t മൈനസ് L di/dt is equal to 0. അപ്പോൾ L di/dt എന്ന് പറയുന്നത് വോൾട്ടേജ് or EMF ഡെവലപ്പ് അക്രോസ് ഇൻഡക്ടർ ആണ്. ആ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ phi പ്രൊപ്പോർഷണൽ ടു L or phi ഈക്വൽ ടു Li. L എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഇസ് phi ഈക്വൽ ടു Li. സോ d∅dt ചെയ്യുമ്പോൾ EMF കിട്ടും. അപ്പോൾ d∅dt ചെയ്യുമ്പോൾ d/dt ഓഫ് Li, L കോൺസ്റ്റന്റ് ആണ്, ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ EMF ഇസ് ഈക്വൽ ടു L di/dt. അങ്ങനെയാണ് EMF L di/dt എന്ന ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ L di/dt എന്ന് വെച്ച് കഴിഞ്ഞാൽ EMF or potential develop across inductor എന്നാണ് മീനിങ്. അപ്പോൾ കൊടുക്കുന്ന വോൾട്ടേജ് Vm sin omega t ആണ്, കിട്ടുന്ന L di/dt ആണ്. അപ്പോൾ ക്രിച്ചോഫ്സ് ലൂപ്പ് റൂൾ പ്രകാരം അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 0 ആണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, EMF that is Vm sin omega t equal to L di/dt. ആ ഇക്വേഷനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, Vm sin omega t മൈനസ് L di/dt. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതാൻ കാരണം നമ്മൾ ഫസ്റ്റ് കാണുന്ന കറണ്ട് ആണ്. അപ്പോൾ DI, ആ DI നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ കാരണം. സോ L di/dt is equal to Vm sin omega t or di/dt is equal to Vm by L sin omega t or di is equal to Vm by L sin omega t dt. കാരണം നമുക്ക് കറണ്ട് ആണ് വേണ്ടത്. അപ്പോൾ DI എന്ന ടേം ഒഴിച്ച് ബാക്കിയെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി നമ്മൾ ഈ ടേമിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, I കിട്ടും. ഓൺ ഇന്റഗ്രേഷൻ, integral di is equal to integral Vm by L sin omega t dt. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഓൾറെഡി ഇന്റഗ്രേഷൻ പഠിച്ച കുട്ടികളായിരിക്കും, എങ്കിൽ ജസ്റ്റ് ബേസിക് ആയിട്ട് പറഞ്ഞുതരാം. സൈൻ തീറ്റിന്റെ ഡിഫറൻസിയേഷൻ കോസ് തീറ്റ, കോസ് തീറ്റിന്റെ ഡിഫറൻസിയേഷൻ മൈനസ് സൈൻ തീറ്റ, അതേപോലെ സൈൻ തീറ്റിന്റെ ഇന്റഗ്രേഷൻ മൈനസ് കോസ് തീറ്റ, കോസ് തീറ്റിന്റെ ഇന്റഗ്രേഷൻ സൈൻ തീറ്റ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒമേഗ എന്നൊരു ടേമും കൂടി വരുന്നുണ്ട്. സൈൻ ഒമേഗ ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ വരാം. നേരെ മറിച്ച്
ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി ആവുമ്പോൾ മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ ആണ് വരിക. അപ്പോൾ ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഡി ഐ ദാറ്റ് ഇസ് ഐ വി എം ബൈ എൽ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. കാരണം സൈനിന്റെ മുന്നേ വരുന്ന എ എന്ന ടേം ദാറ്റ് ഇസ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ വി എം ബൈ എൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി it become Vm by L minus cos omega t by omega. കോസ് ഒമേഗ ടി ബൈ ഒമേഗ വരാൻ കാരണം അവിടെ ഒമേഗ ടി ഉണ്ട്. അപ്പോൾ സൈൻ ഒമേഗ ടി ചെയ്തു, പിന്നെ ഒമേഗ ചെയ്യുമ്പോൾ 1 ബൈ ഒമേഗ വരുന്നു. ദാറ്റ് ഇസ് മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. ഇവിടെ ഒരു കോൺസ്റ്റന്റ് വരും. ശരിക്കും നമുക്കറിയാം സൈൻ തീറ്റ ഇന്റഗ്രൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റ പ്ലസ് സി ആണ്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് വരുന്നത്, പക്ഷെ ആ കോൺസ്റ്റന്റ് സീറോ ആയി പോകും. ബിക്കോസ് സിൻസ് നോ ടൈം ഇൻഡിപെൻഡന്റ് കറണ്ട് എക്സിസ്റ്റ് ഇൻ ദ സർക്യൂട്ട്, സോ ദ കോൺസ്റ്റന്റ് ബിക്കം സീറോ. അപ്പോൾ ആ കോൺസ്റ്റന്റ് അവിടെ പ്ലസ് സി എന്ന ടേം ഉണ്ട്. ആ സി സീറോ ആയതുകൊണ്ടാണ് ആ ടൈം നമ്മൾ എടുക്കാതിരുന്നത്. അപ്പോൾ ഇതൊരു ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് പ്ലസ് സി എഴുതി സി ഇസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ആ സി സീറോ ആവാനുള്ള കാരണം ഇതാണ്, ദർ ഇസ് നോ ടൈം ഇൻഡിപെൻഡന്റ് കറണ്ട്. അവിടെ എന്തില്ല, ടൈം ഇൻഡിപെൻഡന്റ് കറണ്ട് വരുന്നില്ല, ടൈം ഡിപെൻഡന്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ സി എന്താവാൻ കാരണം, സീറോ ആവാൻ കാരണം. അല്ലെങ്കിൽ ജസ്റ്റ് പ്ലസ് സി എഴുതുക, സി ഇസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അവിടെ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. സോ വി എം ബൈ എൽ ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് ഒമേഗ ടി എൽ ഒമേഗ. അപ്പൊ വി എം ബൈ എൽ ഒമേഗ എന്ന് പറയുന്ന ടേം നോക്കിയാൽ ദാറ്റ് ഇസ് വി എം ബൈ എൽ ഒമേഗ. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി എം ബൈ എൽ ഒമേഗ മൈനസ് കോസ് ഒമേഗ ടി. മൈനസ് കോസ് ഒമേഗ ടീന്റെ അല്ലെങ്കിൽ മൈനസ് കോസ് തീറ്റിന്റെ വേവ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കോസ് തീറ്റ എങ്ങനെയാണോ വരയ്ക്കുക, അത് നേരെ ഓപ്പോസിറ്റ് വരച്ച മൈനസ് കോസ് തീറ്റിന്റെ ആയിക്കഴിഞ്ഞു. ബട്ട് നമുക്ക് വോൾട്ടേജ് ഉള്ളത് സൈൻ ഫംഗ്ഷനിലാണ്. അപ്പോൾ കറണ്ടും സൈൻ ഫംഗ്ഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആ ഒരു കാരണത്താൽ മൈനസ് കോസ് തീറ്റിനെ നമുക്ക് സൈൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതാം. കോസ് തീറ്റ എന്ന് വെച്ചാൽ സൈൻ 90 മൈനസ് തീറ്റയാണ്. ദാറ്റ് ഇസ് 90 എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആണ്. അപ്പോൾ മൈനസ് കോസ് തീറ്റ ആകുമ്പോൾ സൈൻ തീറ്റ മൈനസ് പൈ ബൈ 2, ഓർ വി ക്യാൻ റൈറ്റ് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഇവിടെ കോസ് തീറ്റയ്ക്ക് പകരം കോസ് ഒമേഗ ടി ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഐ ഈക്വൽ ടു വി എം ബൈ എൽ മൈനസ് കോസ് ഒമേഗ ടി ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടിക്കഴിഞ്ഞു. ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റെസിസ്റ്റൻസിന്റെ കേസിൽ നമുക്ക് വെറും സൈൻ ഒമേഗ ടി മാത്രമായിരുന്നു. പക്ഷെ മൈനസ് ഇവിടെ പൈ ബൈ 2 വന്നു. അപ്പോൾ ഒരു പൈ ബൈ 2ന്റെ കുറവ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറവ് നമുക്ക് ഗ്രാഫിലും ഫേസ് ഡയഗ്രാമിലൊക്കെ വരച്ച് കാണിക്കേണ്ടതാണ്. റെസിസ്റ്റൻസിന്റെ കേസിലാകുമ്പോൾ ഐ എം സൈൻ ഒമേഗ ടി ആണ്. അവിടെ സെയിം ഫേസ് ആണ് വന്നത്. ഇവിടെ അങ്ങനെയല്ല, ഫേസ് ഡിഫറൻസ് ഉണ്ട്. കറണ്ടും വോൾട്ടേജ് തമ്മിൽ ഒരു പൈ ബൈ 2 ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ക്ലിയർ ആവും. where Im is the current amplitude given by Im equal to Vm by L omega. So Im എന്ന് പറയുന്നത് കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, ദാറ്റ് ഇസ് Vm by L omega. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം ക്ലിയർ ആണ്, Im എന്ന് പറയുന്നത് Vm നെക്കാളും എന്തായിരിക്കും, ചെറുതായിരിക്കും. The quantity L omega is analogs to the resistance and it is called inductive reactance denoted by XL. കാരണം നമുക്കറിയാം I equal to V by R ആണ്. അപ്പോൾ V by R ആകുമ്പോൾ R എന്ന റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആയിരിക്കും L ഒമേഗയ്ക്ക് വരിക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെസിസ്റ്റൻസ് ഒമേഗ ഡിപ്പെൻഡ് ചെയ്യില്ല, പക്ഷെ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ഒമേഗ ഡിപ്പെൻഡ് ചെയ്യും. ആ ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് 10 ഓം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന L ഒമേഗ ആണെന്ന് മനസ്സിലാക്കണം. എല്ലിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. 10 ഹെൻറിന് തന്ന L ആണ് തന്നിരിക്കുന്നത്. 10 ഓം എന്ന് പറഞ്ഞാൽ L ഒമേഗ ആണ് തന്നിരിക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ XL എന്ന യൂണിറ്റ് എന്ന് പറയുന്നത് L ഒമേഗന്റെ യൂണിറ്റ് ഓം ആണ്. ദാറ്റ് ഇസ് ഓർ Im equal to Vm by XL. The dimensions of inductive reactance is same as that of resistance and its SI unit is ohm. അപ്പോൾ XL ന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്, because it's analog to the resistance. Instantaneous power dissipated across the inductor. അപ്പോൾ നമുക്ക് കറണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞു. I equal to Im sin omega t minus pi by 2. നമ്മൾ ആദ്യം കറണ്ട് ആണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് കാണേണ്ടത് ഇൻസ്റ്റന്റേനിയസ് പവർ. ഒരു ഇൻസ്റ്റന്റിലെ ടി എന്നൊരു T1 എന്ന ഇൻസ്റ്റന്റിലെ പവർ ആണ് കാണേണ്ടത്. സോ PL is equal to VI. Power equation VI. So Vm sin omega t into Im sin omega t minus pi by 2. So Vm sin omega t into I sin omega t minus pi by 2 നമുക്ക് മൈനസ് കോസ് തീറ്റ എന്ന ഫോമിൽ എഴുതാം. മൈനസ് Vm Im sin omega t into cos omega t. സോ സൈൻ തീറ്റ മൈനസ് 90 ആണ്, മൈനസ് കോസ് തീറ്റ വന്നു, അതോടെ മൈനസ് വരാൻ കാരണം. സോ സൈൻ തീറ്റ കോസ് തീറ്റ നമുക്കറിയാം സൈൻ 2 തീറ്റ ബൈ 2 ആണ്. അപ്പോൾ ആ ഫോമിൽ എഴുതുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് പവർ ഈസ് ഈക്വൽ ടു മൈനസ് Vm Im by 2 sin 2 omega t. This is instantaneous power. നമുക്ക് ഇനി കാണേണ്ടത് ആവറേജ് പവർ കാണണം. The average power over cycle. ഒരു one complete cycle average power എന്ന് പറയുന്നത് PL equal to minus Vm Im by 2
ആവറേജ് ഓഫ് സൈൻ ടു ഒമേഗ ടി. അപ്പോൾ വി എം ഐ എം ബൈ ടു എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റന്റ് എടുത്ത് പുറത്തെടുത്തു, ടൈമിന് മാറുന്നതനുസരിച്ച് സൈൻ ടു ഒമേഗ ടി ആണ് മാറുക. അപ്പോൾ ആ ഫംഗ്ഷൻ നമ്മൾ ആവറേജ് എടുക്കണം. അപ്പോൾ സൈൻ ടു ഒമേഗ ടിന്റെ ആവറേജ് എന്ന് പറയുന്നത് 0 ആണ്. അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. സൈൻ സ്ക്വയർ ഒമേഗ ടി 1/2 കിട്ടിയതുപോലെ ഇവിടെ സൈൻ ടു ഒമേഗ ടി 0 ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി, പവർ ആവറേജ് ഇസ് ഈക്വൽ ടു 0. The average power supplied to an inductor over one complete cycle is 0. അപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാവുകയാണ്, ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറയുന്നത് മൈനസ് വി എം ഐ എം ബൈ ടു കോസ് ടു ഒമേഗ ടി ആണ്. ആവറേജ് പവർ ഫോർ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും വോൾട്ടേജ് ആൻഡ് കറന്റ് ആൻഡ് ഫേസ് ഡയഗ്രാം. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ പോകുന്നതിന് മുന്നേ ഇനി വളരെ എളുപ്പമാണ്. കാരണം വോൾട്ടേജ് നമുക്കറിയാം വി എം സൈൻ ഒമേഗ ടി ആണ്. കറന്റ് നമുക്കറിയാം ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആണ്. ഒരു 90ന്റെ ഒരു ഫേസ് ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അതാണ് നമുക്ക് വരച്ച് കാണിക്കേണ്ടത്. ഇൻ എ പ്യുവർ ഇൻഡക്ടർ ദ കറന്റ് ഈസ് ലാഗിംഗ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ പൈ ബൈ ടു ഓർ 1/4 സൈക്കിൾ. അതായത് ഈ പ്യുവർ ഇൻഡക്ടറിന്റെ കേസിൽ ഒരു പൈ ബൈ ടു കറണ്ട് ലാഗ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം, ഇൻഡക്ടറിന്റെ കേസിൽ പൈ ബൈ ടു ആംഗിൾ വോൾട്ടേജ് ലീഡ് ചെയ്യും എന്നും പറയാം. രണ്ടും സെയിം ആണ്. So this is the phasor diagram and graphical representation. അപ്പോൾ വി എം സൈൻ ഒമേഗ ടി ഐ ഈക്വൽ ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. അപ്പോൾ കറണ്ട് ലാഗ് ചെയ്യണം. അപ്പോൾ ഗ്രാഫ് നോക്കിയാൽ അറിയാം. അതായത് സൈൻ 0 എന്ന കേസിൽ കറണ്ട് എന്ന ഫംഗ്ഷൻ പൈ ബൈ ടു ലാഗ് ചെയ്യണം. അപ്പോൾ പൈ ബൈ ടു ലാഗ് ചെയ്യുമെന്നാണ് ഇവിടെ വരിക. കാരണം ഇവിടെ നമുക്ക് നോക്കാം സൈൻ 0 ആകുമ്പോൾ 0. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നേരെ വെച്ചത് 0 ആണെങ്കിൽ മൈനസ് 90. സൈൻ മൈനസ് 90 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് വരാൻ കാരണം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി അതേപോലെ ഇവിടെ സൈൻ 90 ആവണം. അപ്പോൾ സൈൻ 90 ആകുമ്പോൾ 1 ആയി, ദാറ്റ് ഇസ് വി എം. അപ്പോൾ വി എം കിട്ടി. നേരെ ഇവിടെ 90 ആകുമ്പോൾ 90 മൈനസ് 90 0. അപ്പോൾ സൈൻ 0 ആയി. അപ്പോൾ ഇത് മാക്സിമം ആകുമ്പോൾ ഇത് മിനിമം ആവും. അതാണെങ്കിൽ ഈ വേവ് ഫോംസ് ഇങ്ങനെ വരയ്ക്കാൻ കാരണം. അപ്പോൾ സൈൻ വോൾട്ടേജ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറണ്ട് താഴെ നിന്നാണ് ഒരു പൈ ബൈ ടു കുറവിലാണ് എന്ത് ചെയ്യുന്നത് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, കറണ്ട് കാട്ടും ഒരു 90 ഫേസ് ആംഗിൾ എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഗ്രാഫ് അതാണ്, ഈ ഫേസ് ഡയഗ്രാം അതാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇത് വോൾട്ടേജ് ആണ്, ഇത് കറണ്ട് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു 90 ഫേസ് ആംഗിൾ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കറണ്ട് താഴെ വരയ്ക്കാൻ കാരണം ഫേസർ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അപ്പോൾ ഇത് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതിന്റെ ബാക്കിലാണ് കറണ്ട് വരുന്നത്. അതാണ് കറണ്ട് ഇവിടെ വരയ്ക്കാൻ കാരണം. നമുക്കറിയാം വോൾട്ടേജിന്റെ ആ ലെങ്ത് കറണ്ട് ഉണ്ടാവില്ല. കറണ്ടിന്റെ പീക്ക് വാല്യൂ കുറവാണ്. ദാറ്റ് ഇസ് ഐ എം എന്ന് പറയുന്നത് വി എം ബൈ എക്സ് എൽ ആയതുകൊണ്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ദിസ് ഇൻഡിക്കേറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ആൻഡ് ദിസ് ഇൻഡിക്കേറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ് ആൻഡ് ദിസ് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആൻഡ് ദിസ് പ്രൊജക്ഷൻ ഗീവ്സ് ദ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്. അപ്പോൾ ഈ പ്രൊജക്ഷൻ ഈ പോയിന്റിൽ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആണ് ഇത്. ഈ പോയിന്റിൽ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ് ഇത്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങും തോറും എന്ത് ചെയ്യും, ഇത് മുകളിലേക്ക് പോയി താഴേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വേവ് ഫംഗ്ഷനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓരോ ഇൻസ്റ്റന്റിലെ കറണ്ടും ഓരോ ഇൻസ്റ്റന്റിലെ വോൾട്ടേജും അതുപോലെ തന്നെ രണ്ട് വോൾട്ടേജും കറണ്ട് തമ്മിലെ ഫേസ് ഡിഫറൻസും വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ കറണ്ട് പീക്ക് വാല്യൂ എല്ലാം ഈ ഫേസർ ഡയഗ്രാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള ഇതാണ്, ഫേസർ ഡയഗ്രാം വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ കറണ്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്, current lagging behind the voltage, or we can say voltage leads by the current by an angle 90 degree. Next, AC voltage applied to a pure capacitor. അപ്പോൾ ഇൻഡക്ടറിലും റെസിസ്റ്റൻസിലും ചെയ്ത അതേ കാര്യങ്ങളാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ ഫേസറിനെ കുറച്ചുകൂടി കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാവണം. Figure shows an inductor connected to an alternating voltage across EMF. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്ററിന് അക്രോസ് ഒരു AC സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. The voltage across the capacitor V equal to Vm sin omega. This is equation number 1. അപ്പോൾ വോൾട്ടേജ് നമുക്കറിയാം. ഈ വോൾട്ടേജ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്ത് പിന്നെ കറണ്ട് കണ്ടുപിടിക്കുന്നത്. Where Vm is the amplitude of the AC voltage and omega is the angular frequency. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. Using Kirchhoff's loop rule, Vm sin omega t minus q by c is equal to 0. നമുക്കറിയാം c equal to qv ആണ്. അപ്പോൾ v equal to q by c എന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ EMF കൊടുത്തു. അപ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ കൊടുത്ത EMF ഈക്വൽ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇലക്ട്രിക്കൽ കോമ്പണൻസ് ഒന്നും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അവിടെ ഇല്ല. അപ്പോൾ കൊടുക്കുന്നത് മുഴുവൻ എവിടെ കിട്ടും, കപ്പാസിറ്ററിന് കിട്ടും. അതാണ് Vm sin omega t equal to q by c. ആ ഇക്വേഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ Vm sin omega t minus q by c is equal to 0. കാരണം q നമുക്കറിയാം ചാർജ് ആണ്. ചാർജിനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം വിൽ ഗെറ്റ് കറണ്ട്. അപ്പോൾ Vm sin omega t is equal to q by c or q is equal to c Vm sin omega t. അപ്പോൾ q എന്ന് എടുക്കാൻ കാരണം നമുക്ക് കറണ്ട് ആണ് ആവശ്യം. അപ്പോൾ ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് കിട്ടാൻ നമുക്കറിയാം dq by dt ആണ്. അപ്പോൾ ആ ഒരു കാരണത്താലാണ് q ഒരു ഭാഗത്തേക്ക് എടുത്ത് ബാക്കിയെല്ലാം വേറെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയത്.
So Q is equal to C Vm sin omega t. Since I equal to dq by dt ആണ്, so I equal to d by dt of C Vm sin omega t. അപ്പോൾ Qനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ I കിട്ടി. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് നമുക്കറിയാം, കോൺസ്റ്റൻസ് എടുത്ത് ആദ്യം പുറത്ത് വയ്ക്കുക. സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗയാണ്. സോ ഇക്വേഷൻ ബിക്കം C Vm d by dt of sin omega t. That become C omega Vm cos omega t. അപ്പോൾ ഇവിടെയും നമുക്കറിയാം കൊസൈൻ ഫംഗ്ഷൻ്റെ വേവ് നമുക്കറിയാമെങ്കിൽ കൂടി വോൾട്ടേജ് സൈൻ ഫംഗ്ഷനിലായതുകൊണ്ട് ഇത് നമ്മൾ സൈനിലേക്ക് മാറ്റി എഴുതുകയാണ്. സോ I ഈക്വൽ ടു Vm 1 by C omega cos omega t or Vm 1 by C omega sin omega t plus 90 or pi by 2. അപ്പോൾ ഇത് 1 by C omega എന്ന് കൊടുക്കാൻ കാരണം നമുക്കറിയാം Vm എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്. അപ്പോൾ Vm by XL or Vm by R ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ എഴുതിയാലാണ് റെസിസ്റ്റൻസിന്റെ ടേം കിട്ടുക. അപ്പോൾ C omega എന്ന് പറയുന്നത് ശരിക്കും 1 by C omega എഴുതി കഴിഞ്ഞാലുള്ള ഗുണം Vm by റെസിസ്റ്റൻസ്. അപ്പോൾ 1 by C omegയുടെ യൂണിറ്റ് ഓം ആയിട്ട് വരികയാണ്. അപ്പോൾ ആ ഓം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് അങ്ങനെ എഴുതിയത്. അപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്, ബട്ട് 1 by C എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് ഇക്വാലന്റ് ആണ്. സോ 1 by C എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുന്നേ XL ഡിസ്കസ് ചെയ്തതുപോലെ XC ആണ് 1 by C ഒമേഗ. അതേപോലെ തന്നെ സൈൻ 90 പ്ലസ് തീറ്റ കോസ് തീറ്റയാണ്. ഇവിടെ സൈൻ ഫംഗ്ഷനിലേക്ക് മാറ്റി എഴുതാൻ കാരണം വോൾട്ടേജും സൈൻ ഫംഗ്ഷനാണ്. അപ്പോൾ കമ്പാരിസൺ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻ ആക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. കാരണം കോസ് ഫംഗ്ഷൻ്റെ വേവ് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാം. പക്ഷേ സൈനിലേക്ക് മാറ്റി എഴുതാനുള്ള ബേസിക് തിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ എ കമ്പാരിസൺ. അപ്പോൾ Vm by 1 by C ഒമേഗ എഴുതുമ്പോൾ നമുക്ക് Vm by R എന്ന ടേമിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് Vm by 1 by C ഒമേഗ. സോ I ഈക്വൽ ടു In sin omega t plus pi by 2, where Im is the current amplitude and is given by Im equal to Vm by 1 by C omega. The quantity 1 by C omega is analog to the resistance and it is called capacitive reactance and denoted by Xc. ശ്രദ്ധിക്കണം, Xന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, Xന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്, Cന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്. Or Im is equal to Vm by Xc. The dimensions of capacitance reactance is same as that of resistance and this SI unit is ohm. കാരണം Im എന്ന് പറയുന്ന Vm by Xc ആണ്. അതിൽ Xc എന്ന് പറയുന്നത് is equal to resistance എന്നാണ് ടേം വരുന്നത്. സോ Xന്റെ യൂണിറ്റ് ഓം ആണ്. ഇൻസ്റ്റന്റേനിയസ് പവർ ഡിസിപ്പേറ്റഡ് അക്രോസ് ദ കപ്പാസിറ്റർ. അപ്പോൾ നമുക്ക് ഇനി കാണേണ്ട ഇൻസ്റ്റന്റേനിയസ് പവറും ആവറേജ് പവർ ആണ്. അപ്പോൾ നെക്സ്റ്റ് ഇൻസ്റ്റന്റേനിയസ് പവർ. സോ പി സി ഇസ് ഈക്വൽ ടു വി ഐ ആണ്, Vm sin omega t into Im sin 90 plus theta or omega t plus pi by 2, or Pc is equal to Vm Im sin omega t sin 90 plus theta ആണ്, cos theta ആണ്. sin theta cos theta നമുക്കറിയാം sin 2 theta by 2 ആണ്. അപ്പോൾ ആ ഫോമിലേക്ക് എഴുതി Vm Im by 2 sin 2 theta. അപ്പോൾ ഓൾറെഡി നമുക്ക് 2 ഒമേഗ ടീൻ്റെ ആവറേജ് അറിയാവുന്നത് 0 ആണ്. അപ്പോൾ ഇൻഡക്ടറിൽ എങ്ങനെയാണോ ആവറേജ് വന്നത് അതേപോലെ ഇവിടെയും വരും. ദ ആവറേജ് പവർ ഓർ 1 cycle Pc is equal to Vm Im by 2 sin 2 omega t. The difference is that ഇൻഡക്ടറിൽ മൈനസ് ആ വന്നിരിക്കുന്നത്, ഇവിടെ പ്ലസ്, അത്രയേ ഡിഫറൻസ് ഉള്ളൂ. ബട്ട് ആവറേജ് പവർ ഫോർ ദ ബോത്ത് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ഷുഡ് ബി 0 സിൻസ് sin 2 omega t ആവറേജ് എന്ന് പറയുന്നത് 0 ആണ്. സോ പവർ ആവറേജ് ഫോർ എ ഇൻഡക്ടർ ഈസ് 0. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഡക്ടറിൽ മൈനസ് 90 ഡിഗ്രി ആണ്, ഇവിടെ പ്ലസ് 90 ആണ്. അപ്പോൾ കറണ്ട് ലീഡ് ചെയ്യുക, അവിടെ ലാഗിങ് ആണ്, ഇവിടെ കറണ്ട് ലീഡിങ് ആണ്. So graphical representation of voltage and current and phasor diagram. In a pure capacitor, the current is leading the voltage by an angle pi by 2 or 1/4. അല്ലെങ്കിൽ നമുക്ക് പറയാം the voltage is lagging behind the current by an angle pi by 2. So this is the equation for V equal to Vm sin omega t and I equal to Im sin omega t plus 90. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒമേഗ ടിക്ക് 0 കൊടുത്തു. ഒമേഗ ടിക്ക് 0 കൊടുക്കുമ്പോൾ സൈൻ 0 ആവും, അപ്പോൾ വോൾട്ടേജ് 0 ആയി. നേരെ മറിച്ച് ഇവിടെ 0 കൊടുക്കുമ്പോൾ സൈൻ 91 ആണ്. ആ ഒരു കാരണത്തിൽ ഈ വോൾട്ടേജ് 0 ആവുമ്പോൾ കറണ്ട് മാക്സിമം ആയിരിക്കും. ദെൻ നെക്സ്റ്റ് കേസിൽ ഇവിടെ 90 കൊടുക്കുമ്പോൾ സൈൻ 91 ആവും, Vm ആവും. ഇവിടെ 90 കൊടുക്കുമ്പോൾ 90 പ്ലസ് 90 180 അഗൈൻ 0 ആവും. അപ്പോൾ വോൾട്ടേജ് പീക്ക് ആകുമ്പോൾ കറണ്ട് 0ലേക്ക് വരും. അതാണ് ഈ വേവ് ഫോം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയറിയാം ഇൻഡക്ടർ നമ്മൾ ഇവിടെയാണ് വരച്ചത്, കാരണം കറണ്ട് ലാഗ് ചെയ്യുന്നു, ഇവിടെ ലീഡ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ വരയ്ക്കാൻ കാരണം ഇത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആകുമ്പോൾ വോൾട്ടേജിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പറയുന്നത് ഈ ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ് വോൾട്ടേജിന്റെ, ഈ ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഈ പ്രൊജക്ഷൻ വരയ്ക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്, ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ്. ഇത് രണ്ടിൽ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഈ 90 ഡിഗ്രി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ ഫേസർ ഡയഗ്രാം ഓഫ് ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് അക്രോസ് എ പ്യുവർ കപ്പാസിറ്റർ. അപ്പോൾ മൂന്ന് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ നോക്കാം, റെസിസ്റ്റൻസ്, ഇൻഡക്ടൻ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പോൾ അതിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് വരച്ചത്. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഫസ്റ്റ് കേസിൽ വോൾട്ടേജും കറണ്ടും സെയിം ഫേസ് ആണ്, ഫേസ് ഡിഫറൻസേ ഇല്ല. രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, വോൾട്ടേജ് കൂടുകയാണ്, വോൾട്ടേജ് കറണ്ടിനേക്കാളും കൂടുകയാണ്.
മൂന്നാമത്തെ കേസ് കപ്പാസിറ്റർ കേസിൽ കറണ്ട് വോൾട്ടേജിനെക്കാളും കറണ്ട് കൂടുകയാണ്. സെക്കൻഡ് കേസിൽ വോൾട്ടേജ് കൂടി, കപ്പാസിറ്റർ കേസിൽ കറണ്ട് ആണ് കൂടുന്നത്. കാരണം നമുക്കറിയാം ഇവിടെ എന്ന് പറയുന്ന കറണ്ട് ലാഗ് ചെയ്യണം ഇൻഡക്ടറിൽ, ഇവിടെ കറണ്ട് കൂടുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഫേസ് ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കാതെ, ഫസ്റ്റ് കേസിൽ രണ്ടും സെയിം ഫേസ് ആണ്, സെക്കൻഡ് കേസിൽ ഐ ലാഗ് ചെയ്യുന്നു, തേർഡ് കേസിൽ ഐ ലീഡ് ചെയ്യാണ്. അപ്പോൾ അതാണ് ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത് വരച്ചിരിക്കുന്നത് ഈ രണ്ട് ഗ്രാഫും ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വോൾട്ടേജ് മുകളിൽ വരയ്ക്കാൻ കാരണം കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ക്ലിയർ? കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പൊസിഷൻ നോക്കും, കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഈ സമയത്ത് കറണ്ട് ഇവിടെ നിന്ന് തുടങ്ങുന്നു, വോൾട്ടേജ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. മനസ്സിലായി ആരാ മുകളിൽ, വോൾട്ടേജ് മുകളിൽ. അതേപോലെ തന്നെ ഇവിടെ നോക്കൂ, കറണ്ട് 0, വോൾട്ടേജ് മുകളിലാണ്. അത് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് വോൾട്ടേജ് വെച്ച് വരച്ചു, ഇത് കറണ്ട് വെച്ച് വരച്ചു. ആ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ അതേപോലെ ഇവിടെ കറണ്ടാണ് കൂടുതൽ, വോൾട്ടേജ് താഴെ. കണ്ടോ? ഇവിടെ നോക്കൂ, കറണ്ടാണ് കൂടുതൽ, വോൾട്ടേജ് താഴെ. അത് തന്നെയാണ് എൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ ആ ഡിഫറൻസേ ഉള്ളൂ. എന്താ ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ വി എം സൈൻ ഒമേഗ ടി പ്ലസ് 90 എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? വിക്ക് ഒമേഗ ടി എന്ന് കൊടുത്തു, ഐക്ക് കൊടുക്കും ഒമേഗ ടി മൈനസ് 90 എന്ന് കൊടുത്തു. രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ഇവിടെ മനസ്സിലാക്കേണ്ടത് വോൾട്ടേജ് 90 കൂടുക, അതിനർത്ഥം കറണ്ട് 90 കുറയാന്നർത്ഥം. ഇവിടെ നിന്നാണ് കറണ്ട് കൂടുക, ദാറ്റ് മീൻസ് വോൾട്ടേജ് കുറയുക. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരയ്ക്കാം. സോ ദിസ് ഇസ് ദ ഫേസ് ഡയഗ്രാംസ് ആൻഡ് ദിസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റെസിസ്റ്റൻസ്, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റൻസ്. ഇതൊരു ചെറിയൊരു അനിമേഷൻസ് നമുക്ക് കാണിച്ചു തരാം. ഫേസ് ഡയഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിനുവേണ്ടി ജസ്റ്റ് ഒരു അനിമേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മളൊരു ഫേസ് ഡയഗ്രാമാണ്. ഐ ആണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഐ കൂടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം കപ്പാസിറ്ററിൻ്റെ കേസിലാണ് ഐ എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. 90 ഡിഗ്രി എന്താണ് ലീഡ് ചെയ്തിരിക്കുന്നത് വോൾട്ടേജിനെക്കാളും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സൈൻ വേവ് മാറുമ്പോൾ എങ്ങനെയാണ് ഈ ഫേസർ മാറുക എന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഫേസർ ഡയഗ്രാംസ് റൊട്ടേറ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. ഈ സൈൻ ഫംഗ്ഷൻ ഇങ്ങനെ മാറുമ്പോൾ കണ്ടോ, അതിന് വോൾട്ടേജിൻ്റെയും ഐനെയും പ്രൊജക്ഷൻ മാറുന്നത് ഇങ്ങനെയാണ്. അത് എന്ത് ചെയ്യുക ശരിക്കും? അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് റൊട്ടേഷനിലേക്ക് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് സൈൻ വേവ് എന്താവും ഇവിടെ വരും. കാരണം ഇവിടെ കറണ്ട് എന്താണ് ലീഡ് ചെയ്യുന്നത്? വോൾട്ടേജിനെക്കാളും. അപ്പോൾ ഏത് ഇൻസ്റ്റന്റിൽ നോക്കിയാലും നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. കറണ്ടും വോൾട്ടേജ് നമ്മൾ ഫേസ് ഡിഫറൻസ് എന്താണ്, കറണ്ടിൻ്റെ പീക്ക് വാല്യൂ എന്താണ്, വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ എന്താണ്, ഒരു ഇൻസ്റ്റന്റേനിയസ് കറണ്ട് വാല്യൂ എന്താണ്, ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് വാല്യൂ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ ഈ വേവ് ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ശരിക്കും ഈ പ്രൊജക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ phase diagram കൊണ്ട് indicate ചെയ്യുന്നത്. So hope these concepts are very clear to you. If you have any doubts, feel free to ask through comments. Thank you for watching. Thank you.